സാറേ, വടകര മണ്ഡലം നമ്മുടെ കെ ശൈലജയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. മട്ടന്നൂർ 65,000 ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് കെ ശൈലജ. ഇറക്കി നിർത്തിയിട്ട് പാനൂരിൽ 2 ബോംബും പൊട്ടിച്ചു. ആരവിടെ ജയിക്കും? ഷാഫി ജയിക്കുമോ, ശൈലജ ജയിക്കുമോ? BJPയുടെ പ്രഫുൽ കൃഷ്ണനാണ് നിൽക്കുന്നത്. ആരവിടെ ജയിക്കും? സാറിന് എന്താ തോന്നുന്നത്? മത്സരം ശൈലജയും ഷാഫിയും തമ്മിലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തൃശ്ശൂരിനെക്കാട്ടിലും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് വടകരയാണ്. സാറിന് എന്താ തോന്നുന്നത്? കെ ശൈലജയെ അവിടെ ജയിപ്പിക്കുമോ CPM? ജയിപ്പിക്കത്തില്ല. ജനങ്ങളും ജയിപ്പിക്കത്തില്ല. കാരണം തോപ്പിക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. കാരണം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയേക്കും എന്ന് കരുതിയ പിണറായിയാണ് ഈ ശൈലജയെ കൊണ്ട് വടകരയിൽ നിർത്തിയിരിക്കുന്നത്. വടകരയാണെങ്കിൽ ഓരോ ദിവസവും മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി സംഭവ പരമ്പരകൾ കൊണ്ട് നിറയുകയാണ്. പിന്നെ വടകര മാർക്സിസ്റ്റ് കോട്ടയാണ്, അത് വേറെ കാര്യം. കെ മുരളീധരൻ അവിടെ മത്സരിച്ചു, ജയിച്ചു. ഇത്തവണയും കെ മുരളീധരൻ മത്സരിച്ച് ജയിക്കുമായിരുന്നു. അപ്പോഴാണ് തൃശ്ശൂരിലേക്ക് മാറിയത്. അപ്പോഴാണ് ഷാഫി പറമ്പിൽ തീരെ അപ്രതീക്ഷിതമായി നാട്ടുകാരോ പത്രക്കാരോ ആളുകളോ ഷാഫിയോ അറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് വടകരയിൽ നിന്ന് മത്സരിക്കാൻ പറഞ്ഞത്. പുള്ളിക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. അല്ല, അവിടെ വരാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അതാ പറഞ്ഞ താല്പര്യക്കുറവ്. പുള്ളിക്ക് പാലക്കാട് വളരെ കംഫർട്ടാണ്. കാരണം ഇനി എപ്പോൾ നിന്നാലും ഷാഫിയെ വിട്ടുകൊണ്ട് പാലക്കാടുകാർ നിൽക്കത്തില്ല. തന്നെ അത് കണ്ടില്ലേ, ഷാഫി അവിടെ നിന്ന് പോയപ്പോൾ പാലക്കാട് നിന്ന് വടകരയിൽ വന്നിട്ട് പൊട്ടിക്കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു. അത്രയ്ക്ക് ആത്മാർത്ഥമായ സ്നേഹം കൊടുത്തുകൊണ്ടാണ്. ജനങ്ങളോട് ഭീകരമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആയിരുന്നു ഷാഫി പറമ്പിൽ. അതെ. സാറ് നേരിട്ട് കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അതെ. കൽപ്പാത്തിയിലൊക്കെ പോയപ്പോൾ അവിടുത്തെ ബ്രാഹ്മണർ ഈ നമ്മുടെ ഇങ്ങനെ മത്സരിക്കുമ്പോൾ മെട്രോമാൻ മത്സരിക്കുമ്പോൾ ഞങ്ങൾ കൽപ്പത്തയിൽ ബ്രാഹ്മണരോടൊക്കെ ചോദിച്ചു. അഗ്രഹാരത്തിലൂടെ വെറുതെ നടന്നുപോയി. ഞാനും ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ ഒരു ടൂർ പോയതാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഷാഫി പറമ്പിൽ മതി, ഇവിടെ ജാതിയോ മതമോ അല്ല, ഷാഫി പറമ്പിൽ ഞങ്ങളുടെ കൊച്ചു കാര്യങ്ങൾ വരെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്കും ഊണിനും നൂലുകെട്ടിനുമൊക്കെ വന്നുകൊണ്ട് പോകുന്ന ലൈവാണ് പുള്ളിക്കാരൻ. വളരെ ലൈവാണ്. ആ പുള്ളിക്കാരനെ പെട്ടെന്ന് വടകരയിലോട്ട് ഒരു പറിച്ചു നടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, വടകരയിൽ പിന്നെ ഇടാൻ ആളില്ല. കെ ശൈലജയ്ക്കെതിരെ മത്സരിക്കാൻ ഷാഫിയെ പോലുള്ള ഒരു ശക്തനായിട്ടുള്ള യുവ നേതാവ് തന്നെ വേണം. അല്ലെങ്കിൽ ശൈലജയെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ശൈലജ CPM കാര്യനെ തോൽപ്പിക്കും. പക്ഷേ അല്ലെങ്കിൽ പാനൂരിൽ 2 ബോംബ് പൊട്ടില്ലായിരുന്നു. ഇപ്പോൾ അതെ. ഇപ്പോൾ എന്ത് കാര്യത്തിനായി പാനൂർ ബോംബ് പൊട്ടിച്ചത്? ആരെ കൊല്ലാൻ, ആർക്കെതിരായി നീങ്ങാൻ? ഇവിടെ പൊട്ടിച്ച് അവൻ്റെ കൈപ്പത്തി പോയി. ഒരുത്തൻ മരിച്ചു, 2 പേർ അപകടത്തിലായി. അപ്പോൾ അവർ കൈ മലർത്തി പറയുകയാണ് ഞങ്ങൾക്ക് ബന്ധമില്ല. പോരാത്തതിന് നമ്മുടെ ഗോവിന്ദ സാറ് പറഞ്ഞിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് പോവുകയായിരുന്നു. അപ്പോഴാണ് കൈ പോയതെന്നാണ്. പിന്നൊന്ന് ആളുകളൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മരിച്ചവരുടെ വീട് പോയി സന്ദർശിക്കുന്നു, സഹതാപം കാണിക്കുന്നു. അപ്പോൾ ഒരിക്കലും ആളുകളെ വിശ്വസിപ്പിക്കാൻ കഴിയാത്ത മട്ടിൽ അവിശ്വസനീയമായ പ്രവർത്തന പരമ്പരകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടിയ സ്വീകരണം കണ്ടായിരുന്നു. ഭയങ്കരമല്ല. ശൈലജ ടീച്ചർ പോലും ഞെട്ടിപ്പോയി. സ്വാഭാവികമായി ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം പാലക്കാട് നിന്ന് ഒരു മനുഷ്യൻ വടകരയിലേക്ക് വരുമ്പോൾ വടകരയ്ക്ക് ഒരു പുതിയ മുഖമാണ്. അതെ. പുള്ളിക്ക് കിട്ടിയ സ്വീകരണം ജനക്കടലായിരുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇനി ഒരു മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള ഒരു വളർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഷാഫി ഭാവിയിലെ മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് കഴിവുള്ള ഒരു മനുഷ്യനാണ്. കഴിവും കമ്മിറ്റ്മെൻറ്റും ഉള്ള ഒരാളാണ്. ഒരു മനുഷ്യൻ കാര്യപ്രാപ്തിയുണ്ട്. പിന്നെ ഓരോ വിഷയത്തെക്കുറിച്ചുമുള്ള വിഷൻ ഉണ്ടല്ലോ, അത് നിസ്സാരമല്ല. കോൺഗ്രസിൽ മറ്റാർക്കും ഉള്ളതിനേക്കാൾ 100 മടങ്ങ് അപ്പുറത്ത് ഷാഫി പറമ്പിൽ കാര്യങ്ങൾ കാണുകയും ജനങ്ങളോടൊപ്പം നിൽക്കുകയും ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ശൈലജയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കെ രമ ഷാഫിയുടെ ഒപ്പമുണ്ട്. അല്ല, ഈ വടകരയെ സംബന്ധിച്ചിടത്തോളം TP ചന്ദ്രശേഖരൻ നിത്യ സാന്നിധ്യമാണ് വടകരയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലം കഴിഞ്ഞ ശേഷവും വടകരയിൽ സജീവമായിട്ട് ഒരു ഇലക്ഷൻ വന്ന ചർച്ച TP ചന്ദ്രശേഖരനായിരിക്കും. അത് CPM കാണിച്ച ഏറ്റവും വലിയൊരു അബദ്ധമാണ്. അതെ. കാരണം TP ചന്ദ്രശേഖരൻ അവിടെ ഒരു മരിച്ചെങ്കിലും യഥാർത്ഥത്തിൽ പറയുന്നത് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ TP ചന്ദ്രശേഖരനാണ്. കൊന്നുകളഞ്ഞിട്ടും വിളിച്ചു പറഞ്ഞത് കുലംകുത്തി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല, അത് പിണറായിയുടെ ഒരു ചിരി ഉണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ. അതെ.
വളരെ ഗംഭീരമായിട്ടൊരു ചിരി, ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ പിണറായിക്ക് ഒരു ചിരി ഉണ്ടായിരുന്നു ആ സമയത്ത്. അതെല്ലാം കൂടെ ഒരു വാളായിട്ട് വരും, തലയ്ക്ക് മുകളിൽ വാളായിട്ട് തൂങ്ങുമെന്ന് വിചാരിച്ചില്ല. വടകര 1994 മുതൽ 2004 വരെ ചുവന്ന് നിന്നൊരു മണ്ഡലമാണ്. 2009 ആയപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ മത്സരിച്ചു, കൂടെ ടി പി ചന്ദ്രശേഖരൻ റിബലായിട്ട് മത്സരിച്ചു. 21,000 വോട്ടാണ് ടി പി പിടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം, മുല്ലപ്പള്ളി സ്വന്തം മണ്ഡലം പാർട്ടി കോട്ട കൈവിട്ട് പോകുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ഭയം ഉണ്ടാവുമല്ലോ. അതിനുശേഷം ദൈവം സഹായിച്ചതുവരെ വടകര തിരിച്ച് CPM കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്തവണ വടകര അവർക്കൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. കാരണം കഴിഞ്ഞ തവണ മുരളീധരൻ വന്ന് ജയിച്ചു, ഷംസീറിനെ വരെ അവിടെ നിർത്തി നോക്കി, തോറ്റു തുഞ്ഞമ്പാടി. കഴിഞ്ഞ തവണ അവിടെ മുരളീധരൻ വന്ന് നിന്ന് ജയിച്ചു, പി ജയരാജനെ തോൽപ്പിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല പി ജയരാജൻ തോക്കുമെന്ന്. പി ജയരാജനെ തോൽപ്പിച്ചു. ഇത്തവണ ശൈലജയെ നിർത്തിയിരിക്കുകയാണ്. 2 ഉദ്ദേശങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് അറിയാമല്ലോ. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ 65,000 വോട്ടുകളാണ് ശൈലജ മട്ടന്നൂരിൽ നിന്ന് ഭൂരിപക്ഷം നേടിയത്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഞെട്ടിത്തരിച്ചു പോയി നമ്മുടെ മുഖ്യമന്ത്രി. അങ്ങനെയുള്ളൊരു സഖാവ് നമ്മുടെ പാർട്ടിയിൽ ഒന്ന് തോക്കുന്നത് മുഖ്യമന്ത്രിക്കും ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പുള്ളിക്ക് തോന്നിക്കാണോ? അല്ലേ? ഉറപ്പല്ലേ. ഇപ്പം തന്നെ ശൈലജയ്ക്കെതിരായിട്ട് എത്ര ആരോപണങ്ങളായി പോകും. അന്ന് മന്ത്രിയായിരുന്നപ്പോൾ കിറ്റിൻ്റെ കാര്യത്തിൽ, പി കിറ്റിൻ്റെ കാര്യത്തിൽ കോവിഡ് കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. 450-500 രൂപ വിലയുണ്ടായിരുന്നപ്പോൾ 1,500 രൂപയ്ക്കാണ് കിറ്റ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ആരോപണവും അതിൻ്റെ സാമ്പത്തിക കൊള്ളയും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. അതെ, ചോദിക്കാതെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിനകത്ത് ഏത് ഒരു അണ പൈസയുടെ കാര്യത്തിൽ കിറ്റ് അഴിമതി മാത്രമല്ല സാറേ, PPE കിറ്റ് അഴിമതി, തെർമോമീറ്റർ അഴിമതി, കണ്ണട വിവാദം. കെ ശൈലജ വെച്ചിരിക്കുന്ന കണ്ണടയ്ക്ക് 35,000 രൂപ വിലയാണ് റീഇംബേഴ്സ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ കോവിഡിൽ കോട്ട കെട്ടി കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാരാഷ്ട്ര കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മരണം കേരളത്തിലാണ്. അതൊക്കെ നമ്മൾ കാണാതെ പോയില്ല. അപ്പം കെ ശൈലജയ്ക്ക് ഈ ഒരു ഇമേജ് ആദ്യം കൊടുത്തത്, അതായത് നമ്മുടെ എല്ലാത്തിനും കാവൽ മാലാഖയെ പോലൊരു ആരോഗ്യമന്ത്രി പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ ടേമിലുണ്ട് എന്നുള്ള ഇമേജ് പിണറായി സർക്കാർ കൊടുത്തത് സർക്കാരിന് തന്നെ, പിണറായിക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു ശനിയായിട്ട് മാറുമെന്ന് വിചാരിച്ചു. കാരണം രണ്ടാമത്തെ UN സ്വീകരണം കൊടുക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു. അതെ, ഇവരുടെ മണ്ടത്തരങ്ങൾ വളരെ വലുതാണല്ലോ. ജ്യോതിബാസുവിനെ പ്രധാനമന്ത്രിയാക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ഇവിടെ അവസാനത്തെ മരണമണിയാണ് ഇത്തവണ നടക്കുന്നത്. ഇതോടുകൂടി കമ്മ്യൂണിസം കേരളത്തിൽ തകരും. ഈ കമ്മ്യൂണിസം ഡെഡ് ആകും. അല്ല, ഡെഡ് ദെൻ കമ്മ്യൂണിസം ലിവ്സ് എന്ന് പറഞ്ഞല്ല, ഭരിക്കും തോറും നശിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അതെ. ഇനിയിപ്പോൾ അവർക്കൊരു പ്രത്യാശയ്ക്ക് വകയില്ല. ശൈലജയെ പോലുള്ളവർക്കായിരുന്നു ജയിക്കാൻ സാധ്യത. ഇപ്പോൾ തോമസ് ഐസക്കിനെ അവിടെ കൊണ്ട് നിർത്തി. തോമസ് ഐസക്ക് ഒരു ഗുണവുമില്ല. തോമസ് ഐസക് തോക്കുമെന്ന് മാത്രമല്ല, ഇലക്ഷൻ കഴിയുമ്പോൾ അങ്ങനെ അകത്താകുകയും ചെയ്യും. പിന്നെ ഒരു തർക്കവുമില്ല. കിഫ്ബിയുടെ കേസിലും മസാല ബോണ്ടിന്റെ കേസിലും അയാൾ അകത്താകുന്ന കാര്യത്തിൽ തർക്കമില്ല. മുൻ സാമ്പത്തിക മന്ത്രിയാണ്. ആ സാമ്പത്തിക മന്ത്രി അതിന്റെ ഒരു തിക്തഫലം ഇപ്പൊ അനുഭവിക്കുന്ന എനിക്ക് തോന്നുന്നു പാവം ബാലഗോപാലാണെന്ന് തോന്നുന്നു. ബാലഗോപാലാണ്. തന്നെയല്ല, അങ്ങനെ എന്തൊക്കെ അപകടങ്ങളാണ് ചെയ്തത്. ഒന്നും വേണ്ട. GST ഇല്ലേ, GSTയെ മുക്തകണ്ഠം പ്രശംസിച്ചു അങ്ങേര്. നമുക്ക് വലിയ നേട്ടം ഉണ്ടാകാൻ പോകണു, രാജ്യത്ത് നേട്ടം ഉണ്ടാകാൻ പോകണു എന്ന് പറഞ്ഞു. അപ്പം അവസാനം GSTയിലൂടെയാണ് കേരളത്തിൻ്റെ കടമുണ്ടായത് എന്നാണ് ബാലഗോപാൽ പറയുന്നത്. പണം കൊടുക്കുന്നില്ല. പിന്നെ അങ്ങേര് ഉണ്ടാക്കിയ കെടുതികളുടെ ദുരിതഫലം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ? ഇവിടെ പണം കേന്ദ്രം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, ഈ പണം കൊടുക്കാനുള്ളതിൻ്റെ കണക്ക് കൊടുക്ക്, ലിസ്റ്റ് എടുക്ക്. അപ്പോൾ അത് കൊടുത്തിട്ടില്ല. അപ്പം സ്വാഭാവികമായും ഇങ്ങേരുണ്ടാക്കി വെച്ച ഈ ചിലന്തി വലയ്ക്കപ്പുറത്തേക്ക് പോവാൻ ഭരണകൂടത്തിനോ ഈ ബാലഗോപാലിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെയാണ് ഈ ശൈലജയും അവിടെ തോക്കാൻ പോണത്. തോക്കും, അത് ഉറപ്പ്. പാനൂരിലെ ബോംബ് പൊട്ടൽ, അത് ജനങ്ങൾക്കിടയിൽ പഴയ പാരമ്പര്യം, ഈ രക്തരൂക്ഷിതമായ ഒരു സമരത്തിൻ്റെ അല്ലെങ്കിൽ ഇത് കണ്ണൂരിൽ ഉണ്ടാകാൻ പോണു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇത് തോക്കുന്നവരെ എറിയാനാണോ ജയിക്കുന്നവരെ എറിയാനാണോ? ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്, കെ രമയെ സൈഡിലിരുത്തി പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾക്ക് നേരെ വരേണ്ട ബോംബായിരുന്നു. അതെ, സ്വാഭാവികമല്ലേ. പിന്നെ കെ രമ ഇത്രയും ഒരു ആർജവത്തോടു കൂടി സ്വന്തം ഭർത്താവിനെ 51 വെട്ട് കൊടുത്ത് കൊന്നിട്ടും
അതിൽ നിന്ന് ഒരു സമ്മതിക്കണം. ഒരു ശക്തിയോടുകൂടി രമ നിൽക്കുകയും ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ സാരഥിയായിരിക്കുകയാണ് ഷാഫി പറമ്പലിന്. പിന്നെ ഷാഫി പറമ്പിൽ ഈ ജനങ്ങളുടെ മനസ്സ് കീഴടക്കും. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. പുള്ളി ഏത് മണ്ഡലത്തിൽ ചെന്നാലും ജനങ്ങളുടെ മനസ്സ് കീഴടക്കും. കാരണം ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു MLA-ക്ക് അത് അയാൾ കേരളം മുഴുവനും അറിയപ്പെടണമെന്ന് നിർബന്ധമില്ല. ഒരിക്കലും ഷാഫി പറമ്പിൽ കേരളത്തിൽ മുഴുവൻ ഈവൻ എന്താണ് CPM-ന് സ്ട്രോങ് ഹോൾഡ് ഉള്ള അടത്ത് പോലും ഷാഫി പറമ്പിലിന് വലിയ വിലയാണ് ഷാഫി പറമ്പിലിന്റെ കാര്യം എന്ന് പറയുന്നത്. കാരണം പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയും കാണുകയും ചെയ്യുന്നതിൽ ഷാഫി പറമ്പിലിനുള്ള വീക്ഷണം മറ്റു നേതാക്കന്മാർക്കില്ല. പിന്നെ പറയുന്ന കാര്യങ്ങൾ ഷാർപ്പാണ്. കാരണം അമ്പ ഇവിടെ കൊള്ളിക്കണം. അത് നമുക്കറിയാലോ, മുഖ്യമന്ത്രിയെ പോലും നിയമസഭയിൽ വിറപ്പിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ. എന്നാൽ അത്ര വലിയ കാഴ്ചയിൽ ഒരു ഹെർക്കുലീസിനെ പോലെ ഒന്നും ഇരിക്കുന്ന ആളല്ല. ഒരു പാവവും ഒരു ചെറിയ യുവാവ്. പ്രവർത്തകർക്ക് വേണ്ടി ചാവും മനുഷ്യൻ, പ്രവർത്തകർക്ക് വേണ്ടി മരിക്കും. അപ്പോൾ ആ സ്റ്റേഷനിലൊക്കെ കയറി പോലീസുകാരെ വലട്ടുന്ന ദൃശ്യങ്ങൾ. അതെ, അത് പാവങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെ ന്യായമായ കാര്യത്തിനാണ് ഇടപെടുന്നത്. അന്യായമായ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ചെയ്യുന്നത് പോലെ ഗുണ്ടായിസമല്ല. ഇവിടെ സമാധാനപരമായി പ്രവർത്തിച്ച അവരെ അറസ്റ്റ് ചെയ്യുകയോ തടവിൽ പാർപ്പിക്കുകയോ ചെയ്താൽ മാത്രം ഇടപെടുന്ന ഒരു പ്രകടനമാണ്. പിന്നെ എല്ലാ പ്രശ്നത്തിലും ഇടപെടും. സർവ്വജനകീയ പ്രശ്നത്തിലും ഇടപെടും. ആ ഇടപെടുന്ന പ്രശ്നങ്ങളിലൊക്കെ വിജയം കാണുകയും ചെയ്യും. ഇപ്പോൾ കൊച്ചു ഒരു നേതാവല്ല അദ്ദേഹം, വരാനിരിക്കുന്ന വലിയ മീനാണ്. നത്തോലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാൻ പറ്റത്തില്ല. പിന്നെ വടകരയിൽ അദ്ദേഹം ജയിച്ച് കയറിയാൽ ഒരുപക്ഷെ ഈ മുരളീധരനാണ് വടകരയിൽ തവണ നിന്നിരുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കാണത്തില്ലായിരുന്നു. ഉറപ്പാണോ? വിയോജിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാരിയാണ്. കാരണം മുരളീധരനെ എന്തുകൊണ്ട് മാറ്റി? കരുണാകരൻ മുരളീധരന്റെ കഴിഞ്ഞ തവണത്തെ അവിടുത്തെ വിജയത്തിന്റെ മാർജിൻ എന്ന് പറയുന്നത് 80,000 വോട്ടുകൾ, 80,000 വോട്ടുണ്ട്. ഒരു കാര്യം, എപ്പോഴും ആന്റി കമ്പൻസി വരും എല്ലായിടത്തും. ഇങ്ങനെ വരെ വന്നല്ലോ, മുല്ലപ്പള്ളിക്ക് വരെ വന്നല്ലോ. പിന്നെ ഇദ്ദേഹം തൃശ്ശൂർ ഒരു സ്ഥാനാർത്ഥി നമുക്ക് വേണം എന്നുകൂടി കരുതിയപ്പോൾ. അത് ശരിയാണ്, സാറ് പറഞ്ഞത് ശരിയാണ്. മുല്ലപ്പള്ളിക്കെതിരെ വന്നു. മുല്ലപ്പള്ളി ആദ്യം അവിടെ മത്സരിച്ചപ്പോൾ 56,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ സതീദേവിയെ പിന്നിലാക്കി CPM. രണ്ടാമത് 2009 ശേഷം 2014 15 മത്സരിച്ചപ്പോൾ ഷംസീറിനെതിരെ 3000 വോട്ടുകളുടെ മാർജിനാണ് ജയിച്ചത്. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു പോയിന്റാണ്. കാരണം എപ്പോഴും മുരളീധരൻ പോലും അവിടെ എല്ലാ സമയവും ശ്രദ്ധിച്ചില്ല എന്നൊരു പരാതിയുണ്ട്. അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു. പിന്നീട് ആവശ്യത്തിനും അനാവശ്യത്തിനും കമൻറ്റുകൾ ചെയ്യുന്ന ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു മുരളീധരൻ ഇപ്പോഴും ഒരു റിബല് പോലെ തന്നെയാണ്. ഇപ്പം തന്നെ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു VD സതീശൻ ഒരു ഭാഷ സുധാകരൻ ഒരു ഭാഷ ഉപയോഗിച്ചല്ലോ. സതീശൻ എവിടെ എന്ത് ഡാഷാണ് ഇയാൾ കാണിക്കുന്നത്. അപ്പോൾ ആ ഡാഷിലെ ആ മൈ വന്നിട്ട് മൈക്കിൾ എന്നാവാം എന്നൊക്കെ പറഞ്ഞു. ഒരു റിബൽ പാർട്ടിയോട് ഒന്ന് ചേർന്ന് നേതാക്കളോട് സിങ്ക് ആവുന്നില്ല. മുരളീധരൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മെയ്വഴക്കമില്ല. അപ്പോൾ ഇപ്പം മുരളീധരൻ ഒരു ഫൈറ്റ് കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ. പത്മജ കയറി ഇന്നലെ 19 പേരെ BJP-യിലേക്ക് എടുത്തിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ശവകുടീരത്തിൽ നിന്ന് പുഷ്പാർച്ചന നടത്തിയിട്ട് 50 പേര് BJP-യിലേക്ക് എടുത്തിട്ടുണ്ട്. അന്നൊരു പ്രയോജനം ഉണ്ടാകുന്നതല്ല. പക്ഷെ മുരളീധരൻ അവിടെ വന്നപ്പോൾ തൃശ്ശൂർ ഒരു പ്രത്യേകത സംഭവിച്ചിട്ടുണ്ട്. എന്ത് സംഭവിക്കാം അവിടെ? മുരളീധരനെ ഒരു ബലിയാടാക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. കാരണം നേമത്ത് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനെ MLA മത്സരത്തിൽ തോൽപ്പിക്കാൻ മുരളീധരൻ വന്നു നിന്ന് അങ്ങനെയാണല്ലോ ശുഭം. അല്ല, അത് ആരും മുരളീധരനോട് പറഞ്ഞിട്ടല്ല. മുരളീധരൻ തന്നെ BJP തോൽപ്പിച്ചാൽ മതി എന്നുള്ള ലക്ഷ്യം മാത്രമാണോ മുരളീധരനുള്ളത്? അതെ, ഞാൻ പോയി മത്സരിച്ചോളാമെന്ന് തന്നെത്താനെ വേഷം കെട്ടി അവിടെ പോയി നിന്നതാണ്. അങ്ങനെ ചെയ്യരുതായിരുന്നു. തൃശ്ശൂർ വന്ന് നിൽക്കാൻ താല്പര്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണ് മുരളീധരൻ അല്ല, ഇപ്പോൾ റീഷഫിൾ ചെയ്തു. ഇപ്പം നേതാക്കന്മാർക്കും നേതൃത്വത്തിനും ചില ഇൻറ്റൻഷൻ ഉണ്ടാവുമല്ലോ. എങ്ങനെ ജയിക്കണം, ആരെ തോൽപ്പിക്കണം, അതിനാരെ നിർത്തണം എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ അഖിലേന്ത്യാ സെക്രട്ടറി ആയ KC വേണുഗോപാലിനെ ആലപ്പുഴ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കാരണം ഒരു സീറ്റിൽ മാത്രമാണ് 20-ൽ കോൺഗ്രസ് തോറ്റത്, UDF തോറ്റത്. അവിടെ ആരിഫ് ജയിക്കാൻ സാധ്യതയുണ്ട്. തന്നെയല്ല, ഒരു തീപ്പൊരിയായ ശോഭയാണ് BJP അവിടെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ജയിച്ച് ആ സീറ്റ് പിടിക്കണം എന്ന അർത്ഥത്തിലാണ് KC വേണുഗോപാലിനെ ഇറക്കിയിരിക്കുന്നത്. തന്നെയുമല്ല, 2 വർഷം രാജ്യസഭാ മെമ്പർ സ്ഥാനം ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്ന് വ്യത്യസ്തമായി വന്ന് മത്സരിക്കുകയാണ്. പിന്നെ വലിയ സ്വീകാര്യത KC വേണുഗോപാലിന് ആലപ്പുഴയിലുണ്ട്. ജയിക്കുമുണ്ട്. KC വേണുഗോപാൽ ഉറപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.